നമസ്കാരം, ഹായ്, ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ ട്വിൻ ഫ്ലെയിം യാത്ര. എൻ്റെ പേര് ബിജിനി. ഹോപ്പ് നിങ്ങളെല്ലാവരും ഡിവൈൻ്റെ ഗൈഡൻസോടുകൂടി നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ മുന്നോട്ട് പോകാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് പേഷ്യൻസ് ആൻഡ് വെരി ഹാപ്പി ന്യൂ ഇയർ. സോ ഇന്ന് 1-1 പോർട്ടലാണ്. സോ ഈ 1-1 പോർട്ടലിൽ കളക്റ്റീവിൽ നമ്മുടെ ട്വിൻ ഫ്ലെയിംസിനുള്ള ഗൈഡൻസ്, സ്പെഷ്യൽ ഗൈഡൻസ് എന്താണ് അബൌട്ട് നിങ്ങളുടെ റീയൂണിയൻ അല്ലെങ്കിൽ നിങ്ങളുടെ യൂണിയനെ ഗ്രൗണ്ട് ചെയ്യാൻ വേണ്ടി ഈശ്വരൻ അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിറ്റ് ടീം എന്താണ് നമുക്ക് തരുന്ന സന്ദേശം എന്ന് നോക്കാം. സോ ഹോപ്പ് നിങ്ങളെല്ലാവരും ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഉണ്ടാക്കി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉറപ്പായിട്ടും അതിൽ ഒരു കാര്യം നിങ്ങൾ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്താണ്? ദാറ്റ് ക്ലെയിമിങ് യുവർ യൂണിയൻ, ദാറ്റ് ഐ ചൂസ് ടു ബി വിത്ത് മൈ ട്വിൻ ഫ്ലെയിം നൗ. ഞാൻ എൻ്റെ ട്വിൻ ഫ്ലെയിമിനൊപ്പം ജീവിക്കാൻ ഇപ്പോൾ തന്നെ തീരുമാനിക്കുന്നു, ചൂസ് ചെയ്യുന്നു. ഓക്കെ, ഐ ചൂസ് മൈ പെർമനന്റ് ഹാർമോണിയസ് റീയൂണിയൻ നൗ, ഓർ ഐ ചൂസ് മൈ പെർമനന്റ് ഹാർമോണിയസ് യൂണിയൻ നൗ. ഐ ക്ലെയിം മൈ ഡിവൈൻ മാസ്കുലിൻ നൗ. നിങ്ങളൊരു ഫെമിനൻ ആണെങ്കിൽ നിങ്ങൾ പറയുക ഐ ക്ലെയിം മൈ ഡിവൈൻ മാസ്കുലിൻ റൈറ്റ് നൗ ഇൻ ദിസ് ന്യൂ ഇയർ ഈവ്. ആൻഡ് ഇനി നിങ്ങൾ ഡിവൈൻ മാസ്കുലിൻ ആണെങ്കിൽ നിങ്ങൾ ഡിവൈൻ ഫെമിനനെ ക്ലെയിം ചെയ്യുക. ദാറ്റ് ഐ ചൂസ് മൈ ഡിവൈൻ ഫെമിനൻ നൗ. ആൻഡ് ഡിവൈൻ ഫെമിനൻസിനോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ക്ലെയിം ചെയ്യുക യുവർ ഡിവിനിറ്റിനെ, ഡിവൈൻ ഫെമിനൻ പവറിനെ. ഐ ക്ലെയിം മൈ ഡിവൈൻ ഫെമിനൻ പവർ. ആൻഡ് മാസ്കുലിൻസ് ആണെങ്കിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഐ ക്ലെയിം മൈ ഡിവൈൻ മാസ്കുലിനിറ്റി നൗ. ഓക്കെ, സോ എത്രത്തോളം നിങ്ങൾ ക്ലെയിം ചെയ്യുന്നു അത്രത്തോളം യൂണിവേഴ്സിനുള്ള സിഗ്നൽ കൊടുക്കുകയാണ് ദാറ്റ് ഐ ആം റെഡി ഫോർ മൈ യൂണിയൻ, അല്ലെങ്കിൽ ഐ ആം റെഡി ടു സ്റ്റെപ്പ് ഇൻ ടു മൈ ഡിവൈൻ ഫെമിനൻ ഫോം. ഓക്കെ, നിങ്ങൾ മാസ്കിനാണ്, നിങ്ങൾ സ്റ്റെപ്പ് ഇൻ ചെയ്യാണ് മാസ്കിനൽ പവറിലേക്ക് നിങ്ങൾ യൂണിവേഴ്സിന് കൊടുക്കുന്നൊരു മെസ്സേജ് ആണ്. നമ്മുടെ വൈബ്രേഷൻ അനുസരിച്ചാണ് നമുക്ക് കിട്ടുന്ന റിയാലിറ്റി. ഓക്കെ, സോ വിതിൻ സോ വിത്ത് ഔട്ട്. നമ്മുടെ ഉള്ളിൽ എന്താണോ ആ എനർജി അത് തന്നെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. സോ എത്രമാത്രം യൂണിയന്റെ വൈബ്രേഷനിൽ നിങ്ങൾ നിൽക്കുന്നു അത്രമാത്രം ലൈഫിൽ നിങ്ങൾക്ക് ഹാർമണി ഉണ്ടാകും. എത്രത്തോളം നിങ്ങൾ ഓരോ സ്ഥലത്ത് ഗ്രൗണ്ട് ചെയ്ത് വരുമ്പോൾ ഫൈനലി നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം യൂണിയനും ഗ്രൗണ്ട് ആവും. സോ നിങ്ങൾ ഓരോ നിമിഷവും നിങ്ങളുടെ യൂണിയനെ ഗ്രൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ്സ് ടേക്ക് ടൈം. സോ ബി റിലാക്സ് ആൻഡ് റിലീസ് ഓൾ ദ കൺട്രോൾ. അറ്റാച്ച്മെന്റിനെ റിലീസ് ചെയ്യുക, ആൻഡ് കൺട്രോളിനെ റിലീസ് ചെയ്യുക, റിസൾട്ടിനെ ലെറ്റ് ഗോ ചെയ്യുക. ട്വിൻ ഫ്ലെയിമിനെ കിട്ടാൻ വേണ്ടി മാത്രം ഇന്നർ വർക്ക് ചെയ്യാതെ അവനവനെ കണ്ടെത്താൻ വേണ്ടി ഇന്നർ വർക്ക് ചെയ്യുക. നിങ്ങൾ എന്ന അസ്തിത്വത്തെ കണ്ടെത്താൻ ഇന്നർ വർക്ക് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് എനിക്ക് ന്യൂ ഇയർ ആയിട്ട് നിങ്ങൾക്ക് പറയാനുള്ളൊരു സ്പെഷ്യൽ മെസ്സേജ്. ആൻഡ് നൗ നമുക്ക് ചെറിയൊരു മെഡിറ്റേഷനിലൂടെ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. സോ നിങ്ങൾ എവിടെ ഇരുന്നാലും take the time to relax and settle down. Okay, so now എന്നിട്ട് നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ ഇൻഹെയിൽ ചെയ്യുമ്പോൾ നമ്മൾ പോസിറ്റീവ് എനർജീനെ ഇൻഹെയിൽ ചെയ്യുകയും ആൻഡ് നെഗറ്റീവ് എനർജീനെ എക്സെയിൽ ചെയ്യുന്നതായിട്ട് നിങ്ങൾ ഇന്റൻഷൻ കൊടുക്കണം. ആൻഡ് അതോടൊപ്പം നിങ്ങളുടെ ഹാർട്ട് ചക്രയിൽ നിങ്ങളുടെ ഈശ്വരനെ നിങ്ങൾ മീൻസ് ആവാഹിക്കണം. അത്രത്തോളം ആ ഡിവൈൻ പവറിനെ നിങ്ങൾ ഫീൽ ചെയ്യണം. ഓക്കെ, സോ നിങ്ങൾക്ക് ആദ്യം പറ്റുന്നില്ലെങ്കിൽ വീണ്ടും ഈ ഒരു മെഡിറ്റേഷൻ റിപ്പീറ്റ് ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഡിവൈനെ ഫീൽ ചെയ്യാൻ പറ്റും ഇൻ യുവർ ഹാർട്ട് സ്പേസ്. ഓക്കെ, സോ നൗ ലെറ്റ്സ് ഇൻ ടു അവർ മെഡിറ്റേഷൻ. നൗ ക്ലോസ് യുവർ ഐസ്, സെറ്റിൽ ഡൗൺ ആൻഡ് സ്പൈൻ ഇറക്റ്റ് ആക്കിയിരിക്കുക. ഷോൾഡറിനെ റോൾ ബാക്ക് ചെയ്യുക, സ്ട്രെയിറ്റൺ ആയിട്ട് ഇരിക്കുക. നിങ്ങൾക്ക് ഈ ഒരു മെഡിറ്റേഷൻ കിടന്നുകൊണ്ടും ചെയ്യാവുന്നതാണ്. കംഫർട്ടബിൾ തറയിരിക്കാൻ കംഫർട്ടബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇരുന്നുകൊണ്ടും ചെയ്യാം ചെയറിൽ. സോ മേ ബി നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ് ആരെങ്കിലും കാലഭൈരവം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കാലഭൈരവിനോട് പ്രൊട്ടക്ഷൻ ക്ലെയിം ചെയ്യുക. മേ ബി സംടൈം നിങ്ങൾക്ക് മെഡിറ്റേഷനിൽ പോകാൻ ഇഷ്ടമായിരിക്കാം, ബട്ട് കണ്ണടയ്ക്കുമ്പോൾ ആ ഒരു ഡീപ്പ് ഫിയർ ആയിരിക്കാം. സോ കാലഭൈരവ് നിങ്ങളെ ഗൈഡ് ചെയ്യട്ടെ, പ്രൊട്ടക്ട് ചെയ്യട്ടെ. യു ആർ സേഫ്, ദിസ് സ്പേസ് ഈസ് സേഫ്. ആദ്യം ആ ബോഡിക്കും ശ്വാസത്തിനും എല്ലാത്തിനും നമ്മളൊരു സേഫ്റ്റി കൊടുക്കുക. ഓക്കെ, സോ എന്നോടൊപ്പം പറയുക, ഐ ചൂസ് സേഫ്റ്റി നൗ. I am now. I am safe now. I am safe now. And I invite Divine Kala Bhairav to support me and protect me.
നമ്മൾ കാലഭൈരവൻ്റെ എനർജീനെ പ്രൊട്ടക്ഷന് വേണ്ടി ആവാഹിക്കാം. And now inhale, മൂക്കിലൂടെ ശ്വാസം എടുക്കുക, and exhale through your mouth. പോസിറ്റീവ് എനർജിനെ ഇൻഹേൽ ചെയ്യുന്നു and exhaling out the negative energy. Inhale, exhale, inhale and exhale. ആൻഡ് ഇമാജിൻ ചെയ്യുക, നിങ്ങളുടെ ഹാർട്ട് സെൻറ്ററിലേക്ക് നിങ്ങളുടെ ഡിവൈൻ ലൈറ്റ് വരുന്നു. ആൻഡ് ആ ലൈറ്റിനെ നിങ്ങളുടെ ഉള്ളിൽ ആ ലൈറ്റ് വന്ന് നിറഞ്ഞ് വീണ്ടും വീണ്ടും പ്രകാശപൂർണ്ണമാകുന്നു. നിങ്ങളുടെ ബോഡി പൂർണ്ണമായി വൈറ്റ് ലൈറ്റായി പ്രൊട്ടക്ഷൻ ചെയ്യുന്നു. ആൻഡ് ഇമാജിൻ ചെയ്യുക, സ്കൈ ഫാദർ, ആകാശത്തിൽ നിന്ന് യൂണിവേഴ്സ് ഫാദർ നമ്മളുടെ ഹെഡിൻ്റെ ടോപ്പ് ഓഫ് യുവർ ഹെഡിൽ സഹസ്രാര ചക്രത്തിൽ വൈറ്റ് ലൈറ്റ് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളുടെ ഫേസിനെ കംപ്ലീറ്റ്ലി ഫില്ലപ്പ് ചെയ്തു. പിന്നെ നിങ്ങളുടെ നെക്ക്, അങ്ങനെ നിങ്ങളുടെ ബോഡി മുഴുവനും ആ ഡിവൈൻ വൈറ്റ് ലൈറ്റിലായി ഫ്ലോ ചെയ്തു. സോ ഇമാജിൻ ഹാർട്ട് സെൻറ്ററിൽ ഇൻവോക്ക് യുവർ ഡിവൈൻ, നിങ്ങളുടെ ഡിവൈനെ ഇൻവോക്ക് ചെയ്യുക. ആൻഡ് നൗ ഗോ വിതിൻ, നമ്മളവിടെ ചെല്ലുമ്പോൾ ആൻഡ് യു ക്യാൻ സീ യുവർ ട്വിൻ ഫ്ലെയിം. എന്നോടൊപ്പം പറയുക, ഐ ക്ലെയിം മൈ ട്വിൻ ഫ്ലെയിം നൗ. I choose to feel my twin flame now. ഞാൻ എൻ്റെ ട്വിൻ ഫ്ലെയിമിനെ ക്ലെയിം ചെയ്യുന്നു ഇപ്പോൾ. ഞാൻ എൻ്റെ ട്വിൻ ഫ്ലെയിമിനെ ഫീൽ ചെയ്യാൻ ചൂസ് ചെയ്യുന്നു ഇപ്പോൾ. Just stay there. You can feel your twin flame. നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം നിങ്ങളുടെ കൈകളെ മുറുക്കി പിടിച്ചിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ആൻഡ് ദിസ് ഈസ് യുവർ ലവ്, ദിസ് ഈസ് യുവർ യൂണിയൻ. സ്റ്റേ പ്രസൻറ്റ് there. സ്റ്റേ പ്രസൻറ്റ് there. മെല്ലെ ആ യൂണിയനെ നമുക്ക് മെല്ലെ ആ ഫീൽ ചെയ്ത യൂണിയൻ, ഇതാണ് നിങ്ങളുടെ സത്യം. ഈ സത്യത്തെ എപ്പോഴും നിങ്ങൾ ഉറച്ചു നിൽക്കുക. എത്രത്തോളം പ്രതിസന്ധി വന്നാലും ഈ സത്യത്തിലേക്ക് നിങ്ങൾ തിരിച്ചെത്തുക. നിങ്ങളുടെ സത്യം നിങ്ങളുടെ സോളിലാണ്, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ആൻഡ് ഈ ഫീൽ ചെയ്യുന്ന പ്രണയം സത്യമാണ്. ആൻഡ് ആ എനർജീനെ മെല്ലെ നിങ്ങൾ ഗ്രൗണ്ട് ചെയ്യുക. നിങ്ങൾ ഇമാജിൻ ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക, നിങ്ങളുടെ സ്പൈനിൻ്റെ ടെയിൽ ബോണിൽ നിന്ന് മെല്ലെ ഒരു എനർജി ഫ്ലോ ചെയ്ത് അത് ഭൂമിദേവിയിലേക്ക് ഗ്രൗണ്ട് ചെയ്യുന്നു. ഭൂമിദേവി ആ എനർജീനെ പൂർണ്ണമായി അബ്സോർബ് ചെയ്ത് ഗ്രൗണ്ട് ചെയ്യുന്നു. സോ നിങ്ങളുടെ ഇപ്പോൾ ഒരു കണക്ഷൻ ബിൽഡായിരിക്കുകയാണ് സ്കൈ ഫാദർ, യൂണിവേഴ്സിൻ്റെ സ്കൈ ഫാദറിൽ നിന്നും ആൻഡ് മദർ എർത്തുമായിട്ടുമായിട്ടുള്ള ഒരു എനർജി ബോണ്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഇവിടെ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം യൂണിയനെ യൂണിവേഴ്സും ഡിവൈൻ മദറും ഡിവൈൻ ഫാദറും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുക. യു ആർ പ്രൊട്ടക്റ്റഡ്. സ്ലോലി റിലാക്സ് ചെയ്യുക. മെല്ലെ ടേക്ക് യുവർ ടൈം. രണ്ട് കൈകൾ നന്നായി റബ്ബ് ചെയ്യുക. ആൻഡ് ഫീൽ അറ്റ് യുവർ ഐസ്.
then gently നിങ്ങൾ റെഡി ആകുമ്പോൾ ഓപ്പൺ യുവർ ഐസ്. സോ ദിസ് വാസ് എ ക്വിക്ക് മെഡിറ്റേഷൻ. സോ ചെറിയൊരു മെഡിറ്റേഷൻ ചെയ്യണമെന്നാണ് വിചാരിച്ചത്, ബട്ട് ഡിവൈൻ ഗൈഡ് ചെയ്തത് കുറച്ച് കുറച്ച് ടൈം എടുത്തു. സോ നിങ്ങൾ എൻജോയ് ചെയ്യുക മെഡിറ്റേഷന്. സോ നമുക്ക് ഗൈഡൻസ് ഉണ്ടെങ്കിൽ ഇനി നല്ലൊരു ഡീപ്പ് മെഡിറ്റേഷൻ ഞാൻ അപ്ലോഡ് ചെയ്യാം, വേർ യു ക്യാൻ ഫീൽ യുവർ ട്വിൻ ഫ്ലെയിം, ഫീൽ യുവർ യൂണിയൻ. ഓക്കെ, സോ ലെറ്റ്സ് ഡീപ് ഡൈവ് ഇൻ ടു യുവർ കാർഡ് റീഡിങ്. സോ ട്വിൻ ഫ്ലെയിം ഡിവൈൻ യൂണിയൻ്റെ കാർഡ്സ് ആണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, റൈറ്റ്, കാർഡൊക്കെ നേരെയാണെന്ന് നോക്കിയതാണ്. സോ ലെറ്റ്സ് സോ ന്യൂ ഇയർ 1-1 പോർട്ടലിലെ ഡിവൈൻ പോർട്ടൽ 1-1 ഡിവൈൻ പോർട്ടലിലെ ഡിവൈൻ്റെ ഗൈഡൻസ് എന്താണ്, കളക്റ്റീവ് ഗൈഡൻസ് എന്താണ് ഫോർ ദ ട്വിൻ ഫ്ലെയിം യൂണിയൻ ഡിവൈൻ. വൺ മോർ ടൈം ഞാൻ റീഡിങ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഫോൺ ഓഫായിപ്പോയി, കാരണം എൻ്റെ മൊബൈലിൽ സ്റ്റോറേജ് സ്പേസ് ഇല്ലെന്നർത്ഥം. സോ ഇതൊരു എനിക്ക് കോയിൻസിഡൻസ് ആയിട്ടാണ് തോന്നുന്നത്. കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ലൈഫിൽ പാസ്റ്റിനെയൊക്കെ റിലീസ് ചെയ്താൽ മാത്രമേ ഈ റീയൂണിയൻ നിങ്ങൾക്ക് പോസിബിൾ ഉള്ളൂ. കാരണം ഫസ്റ്റ് വീണ കാർഡ് റീയൂണിയൻ്റെയാണ്, അന്നത്തെ വന്ന കാർഡ് വന്ന സെയിം കാർഡാണ്. സോ 1-1 പോർട്ടൽ ഈശ്വരൻ നിങ്ങളോട് പറയുന്നത്. സോ റീയൂണിയൻ നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ലെറ്റ് ഗോ ദ പാസ്റ്റിലെ കാര്യങ്ങളെ ലെറ്റ് ഗോ ചെയ്യണം, എന്നാലേ പുതിയ കാര്യങ്ങൾക്കുള്ള സ്പേസ് ഉണ്ടാവത്തുള്ളൂ. ബിക്കോസ് നിങ്ങൾ 2022 അവസ്ഥയിലല്ല ഇപ്പോൾ നിങ്ങളുള്ള, 2023 അവസ്ഥയിലല്ല ഇപ്പോൾ നിങ്ങളുള്ള, 24 and 25 ഇന്ന് 2026 നിങ്ങളുള്ള. സോ അത്രയും നാളത്തെ എനർജീസിനെ നിങ്ങൾ റിലീസ് ചെയ്യണം, പാസ്റ്റ് വൂൺസിനെ ഹീൽ ചെയ്യണം. ആൻഡ് എസ്പെഷ്യലി ഹീലിംഗ് ദ അബാൻഡ്മെൻറ്റ് വൂണ്ട് ഓഫ് അബാൻഡ്മെൻറ്റ് ഇഷ്യൂ. ഇറ്റ്സ് ടൈം ടു ഫോർഗീവ് ചെയ്യുക. നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ ഫോർഗീവ് ചെയ്യുക, നിങ്ങളെയും ഫോർഗീവ് ചെയ്യുക. ബിക്കോസ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം നിങ്ങളെ റിജക്റ്റ് ചെയ്തപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ട്രിഗർ ചെയ്ത വൂണ്ട് എന്താണ്? അബാൻഡ്മെൻറ്റ്. എന്നെ ആർക്കും വേണ്ട, ഞാൻ ഉപേക്ഷിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ ഞാൻ ഉപേക്ഷിക്കപ്പെട്ടവൾ എന്നൊരു ഫീലാണ് നിങ്ങൾക്കുണ്ടായത്. നിങ്ങളുടെ ഫെമിനൻ നിങ്ങളെ റിജക്റ്റ് ചെയ്തപ്പോൾ മാസ്കുലിൻസ് ഉണ്ടായ എന്താണ്? ഞാൻ ഉപേക്ഷിക്കപ്പെട്ടവൻ, എന്നെ ആർക്കും വേണ്ട. ആൻഡ് ഫെമിനൻസിനെയാണ് തങ്ങളുടെ മാസ്കുലിൻ ഉപേക്ഷിക്കപ്പെട്ടെങ്കിൽ അവരുടെ ഉള്ളിലുണ്ടായ വൂണ്ട് എന്താണ്? എന്നെ ആർക്കും വേണ്ട, എന്നെ ഉപേക്ഷിക്കപ്പെട്ട. കാരണം ചെറുപ്പം മുതലുണ്ടായ അബാൻഡ്മെൻറ്റ് ഇഷ്യൂവിനെ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിൻ്റെ റിജക്ഷൻ നിങ്ങളെ വളരെയധികം ട്രിഗർ ചെയ്തു. സോ ദാറ്റ് യു ക്യാൻ ഹീൽ, മേക്ക് സ്പേസ് ഫോർ യൂണിയൻ. കാരണം യൂണിയനുള്ള സ്പേസ് ഇല്ല. അതുകൊണ്ടാണ് എൻ്റെ റെക്കോർഡിങ് കുറച്ചുകൂടി നിന്നു പോയത്. കാരണം ഓഫീസിലെല്ലാം കുറേ വേണ്ടാത്ത കാര്യങ്ങൾ, മീൻസ് ഓഫീസിലെ ഫയൽസും ഫോട്ടോസും PDF ഒക്കെ ഇതിനകത്ത് സ്റ്റോറേജ് ആയിരുന്നു. സോ ഞാൻ ആലോചിച്ച് ഞാൻ ഓൾറെഡി റിസൈൻ ചെയ്തതാണ്, എന്നിട്ടും ഞാൻ എന്തിനാണ് വെച്ചേക്കുന്നത്? സോ സംവേ ഞാൻ വിചാരിച്ചത് ഇനി എപ്പോഴെങ്കിലും ആവശ്യം വന്നാലോ, ഒരു പക്ഷേ ഞാൻ എന്തെങ്കിലും ചെയ്തെന്ന് പറയുമ്പോൾ അവർക്ക് പ്രൂഫ് കൊടുക്കണ്ടേ? അല്ല, ഞാൻ ഇങ്ങനെയാണ് ചെയ്തിരുന്നത്. സോ അപ്പോൾ ഡൺ, ദ വർക്ക് ഈസ് ഡൺ. റിസൈൻ ചെയ്തപ്പോൾ ഡൺ. ഇനി വരുന്ന കാര്യങ്ങളൊന്നും ഞാൻ റെസ്പോൺസിബിലിറ്റി അല്ല. കാരണം നമ്മൾ റിട്ടേൺലിയും ആൻഡ് പേഴ്സണലി പറഞ്ഞിട്ടുള്ളൂ. സോ അതുപോലെ നിങ്ങളുടെ ലൈഫിലെ കാര്യം, നിങ്ങൾ വാട്ട് എവർ ഇസ് ഡൺ. സോ യു ഡോണ്ട് ഹാവ് ടു അതിനെപ്പറ്റി തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് റിലാക്സ് ആൻഡ് ഫീൽ ചെയ്യുക വേർ യു ഹാവ് ടു ഹീൽ. ബിക്കോസ് സംവെയർ റിജക്ഷനാണ് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ റീയൂണിയനെ തടസ്സമായിരിക്കുന്നത്. അതായത് നിങ്ങളുടെ യൂണിയനെ ബ്ലോക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ ബ്ലോക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് അബാൻഡ്മെൻറ്റ് ഇഷ്യൂ. സോ സംവേ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ലൈഫിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങളെ അബാൻഡൻ ചെയ്തിട്ട് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ പ്ലീസ് ചെയ്യാൻ ശ്രമിക്കുമായിരിക്കും. കാരണം എനിക്ക് ഈ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, ആൾക്കാരെ പ്ലീസ് ചെയ്യുക, എല്ലാവരെയും പ്ലീസ് ചെയ്യുക. ഈവൻ ഞാൻ എൻ്റെ മോളെ പോലും പ്ലീസ് ചെയ്യുമായിരുന്നു. സോ ദർ ഇസ് എ ലോട്ട്സ് ഓഫ് അബാൻഡ്മെൻറ്റ് ഇഷ്യൂ ഗോയിങ് ഓൺ. സോ ഒരുപാട് അബാൻഡ്മെൻറ്റ് ഇഷ്യൂ ഉണ്ടായത് കൊണ്ടാണ് നമ്മളൊക്കെ ശരിക്കും നമ്മുടെ ട്വിൻ ഫ്ലെയിം യൂണിയനെ ക്ലെയിം ചെയ്യാൻ പഠിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മാസ്കുലിനെ പൂർണ്ണമായി ക്ലെയിം ചെയ്യാൻ പഠിക്കുന്നത്. ബിക്കോസ് വി ആർ അഫ്രെയ്ഡ് ഓഫ് ദാറ്റ് റിജക്ഷൻ അല്ലെങ്കിൽ അബാൻഡ്മെൻറ്റ്. കാരണം നമുക്ക് സംവെയർ വി ഫീൽ ദാറ്റ്, നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് വി ആർ നോട്ട് വർതി ഇനഫ്, അല്ലെങ്കിൽ നമുക്ക് യോഗ്യതയില്ല, ഈ യൂണിയന് യോഗ്യതയില്ല, നമ്മുടെ ട്വിൻ ഫ്ലെയിമിന് യോഗ്യതയില്ല. സോ അതാണ് മാനിഫെസ്റ്റ് ആയിട്ട് അബാൻഡ്മെൻറ്റ് ഇഷ്യൂ ആയിട്ട് കാണിക്കുന്നത്. ബിക്കോസ് ഇറ്റ്സ് യുവർ ഡിവൈൻ മാസ്കുലിൻ ഇസ് ടെല്ലിങ്, കിങ്, ദ ഡിവൈൻ മാസ്കുലിൻ. മനസ്സിലായില്ലേ?
സോ ഡിവൈൻ മാസ്കുലിൻ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾസും ആൻഡ് ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളിലൂടെയാണ് നിങ്ങൾ ഡിവൈൻ മാസ്കുലിൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സംവേ അദ്ദേഹം ഈഗോയിൽ നിർമ്മിച്ച ആ ഒരു കൊട്ടാരം അല്ലെങ്കിൽ ഈഗോയിൽ നിർമ്മിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം മൊത്തം തകർന്നടിയുകയാണ്. ബിക്കോസ് സംവെയർ ഹീ ഓൾസോ ഫീൽ ദാറ്റ് ഹീ ഈസ് നോട്ട് വർതി ഓഫ് യുവർ ദ ഡിവൈൻ ഫെമിനൻ, അല്ലെങ്കിൽ ഫെമിനന് വെറുതെ അല്ലെന്ന് അദ്ദേഹത്തിനുള്ളിൽ എവിടെയോ ഫീലാണ്. ആൻഡ് ഇത് രണ്ടുമാണ് നിങ്ങളെ യൂണിയനെ ബ്ലോക്ക് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് യുവർ ഡിവൈൻ മാസ്കുലിൻ കമ്മിങ് അപ്പ്. നിങ്ങളുടെ ഈ ഡിവൈൻ മാസ്കുലിനാണ് ഇവിടെ ഭയങ്കര സ്ട്രോങ് മാസ്കുലിൻ എനർജിയാണ്. ബിക്കോസ് ഇറ്റ്സ് ദ ഇയർ ഓഫ് സണ്ണിൻ്റെ എനർജിയാണ്. 2026 നമ്മൾ സമ്മപ്പ് ചെയ്യുമ്പം 1 ആണ്, സിംഗിൾ ഡിജിറ്റിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് 1 എന്ന് വെച്ചാൽ സൂര്യൻ്റെ നമ്പറാണ്. ആൻഡ് സൂര്യൻ്റെ പ്രത്യേകത എന്താണ്? സൂര്യൻ ലൈക്ക് ഇപ്പം സൂര്യൻ്റെ ജോലി സൺറൈസ് ചെയ്യുക, സൺസെറ്റ് ചെയ്യുക, അത് കറക്റ്റ് ടൈമിൽ ചെയ്തിരിക്കും. മഴയാണെങ്കിലും വെയിലാണെങ്കിലും സൂര്യൻ റെസ്റ്റ് എടുക്കാതെ അദ്ദേഹത്തിൻ്റെ ജോലി റൂളായിട്ട് ഡെഡിക്കേറ്റായിട്ട് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെയാണ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിൻ്റെ ജോലിയാണ് ടേക്ക് ആക്ഷൻ. സോ ഇറ്റ്സ് ടൈം. അപ്പോൾ ഇത്രയും നാളും നിങ്ങളുടെ യൂണിയൻ മൂടൽ മഞ്ഞുകൊണ്ട് മറിഞ്ഞിരിക്കുകയാണ്. സംവേർ ഇങ്ങനെ മറിഞ്ഞിരിക്കുകയാണ് അബാൻമെൻറ്റ് ഇഷ്യൂ ഒക്കെ കാരണം. നിങ്ങളുടെ യൂണിയൻ ഇടയ്ക്ക് ഇങ്ങനെ വരും, പിന്നെ വരും, വീണ്ടും ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. ആ യൂണിയനെ പൂർണ്ണമായി നീക്കി നിങ്ങളുടെ മാസ്കുലിൻ സ്റ്റെപ്പ് ഇൻ ചെയ്യുവാണ് ഫോർ യുവർ യൂണിയൻ. കാരണം ഇനിയുള്ള ടൈം ഓഫ് പീരീഡിൽ നിങ്ങളുടെ യൂണിയന് വേണ്ടി നിങ്ങളുടെ മാസ്കുലിൻ ഇനിഷ്യേറ്റ് ചെയ്യും. ഇത്രയും നാൾ ഗ്രൗണ്ടിൽ വർക്ക് ചെയ്ത ഫെമിനൻസ് അല്ല, ഇന്നർ വർക്ക് ചെയ്തിട്ടുള്ള ഫെമിനൻസ് എല്ലാവർക്കും ഗുഡ് ന്യൂസാണ്. നിങ്ങൾ ഫൈനലി നിങ്ങളുടെ മാസ്കുലിൻ സ്റ്റെപ്പ് ഇൻ ചെയ്യാൻ തുടങ്ങി ഫോർ മാനിഫെസ്റ്റിംഗ് എ യൂണിയൻ. ആൻഡ് അവർ നിങ്ങളെ ഡേറ്റ്സ് അല്ലെങ്കിൽ നിങ്ങളെ റൊമാൻറ്റിക് ഡേറ്റിന് പോകാനുള്ള സാധ്യതയുണ്ട്, റൊമാൻറ്റിക് ട്രിപ്പിന് പോകാനുള്ള സാധ്യതയുണ്ട്, ഫോൺ കോൾസ് വരാനുള്ള സാധ്യതയുണ്ട്, മെസ്സേജസ് ആൻഡ് ഗിഫ്റ്റ് കിട്ടാനുള്ള സാധ്യത ഒരുപാടുണ്ട്. ഓക്കെ, സോ ഗെറ്റ് റെഡി ഫോർ റിസീവിങ് ദോട്ട് ഗിഫ്റ്റ്. സോ നിങ്ങളുടെ യൂണിയന് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിൽ നിന്ന് ഗിഫ്റ്റ് റിസീവ് ചെയ്യാൻ റെഡി ആയിക്കൊള്ളുക. ആൻഡ് മാസ്കുലിനോടാണ് ഞാൻ പറയുന്നത്, ഇത് നിങ്ങൾ ഇന്നർ വർക്ക് ചെയ്യാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആൾ നിങ്ങൾ മാസ്കുലിൻസ് ആണെങ്കിൽ നിങ്ങളുടെ ഫെമിനൻ പറയുന്ന സ്റ്റെപ്പ് ഇൻ ടു യുവർ ഡിവൈൻ മാസ്കുലിനിറ്റി, സ്റ്റെപ്പ് ഇൻ. സോ ദാറ്റ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിവൈൻ ഫെമിനന് നിങ്ങളുടെ അടുത്തോട്ടേക്ക് വരാനുള്ള ഒരു മാർഗ്ഗമാണ് നിങ്ങൾ. കാരണം നിങ്ങളുടെ ഈഗോയിലുണ്ടാക്കി എസ്പെഷ്യലി ഫോർ ദ ഡിവൈൻ മാസ്കുലിൻ ഈഗോയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതെല്ലാം തകിടം മറിയാണ്. അതാണ് ഒരു കൈ നീട്ടി നീക്കി അദ്ദേഹത്തിൻ്റെ ഡിവിനിറ്റി ഫൈനലി റെക്കഗ്നൈസ് ചെയ്യുകയാണ്. ബിക്കോസ് ഓഫ് യുവർ ഇന്നർ വർക്ക്, നിങ്ങളുടെ അതികഠിനമായുള്ള ഇന്നർ വർക്കിൻ്റെ പരിശ്രമം കൊണ്ടാണ് ഫൈനലി ദ ഡിവൈൻ മാസ്കുലിൻ സ്റ്റെപ്പിംഗ് ഇൻ, ഷോയിങ് അപ്പ് അല്ലെങ്കിൽ ഷോ അപ്പ് ചെയ്യും. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഫോൺ കോൾസ്, മെസ്സേജസ്, ലവ് ലെറ്റേഴ്സ്, റൊമാൻറ്റിക് ഡേറ്റ്സ് എന്നൊക്കെ ഉള്ള സാധ്യതകൾ, റൊമാൻറ്റിക് ട്രിപ്പിനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. സോ ഗെറ്റ് റെഡി മൈ ഡിയർ ഫെമിനൻസ്. സോ ഇന്നർ വർക്ക് ചെയ്ത എല്ലാവർക്കും ഈ ഒരു ഗിഫ്റ്റ് ഉറപ്പാണ്, 100% ഉറപ്പാണ്. ഓക്കെ, സോ ഇനിയൊന്നും എനിക്ക് നോക്കണം, വേറെ കാർഡ്സ് എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ ഇത് വളരെ ബ്യൂട്ടിഫുൾ എനർജിയാണ്. സോ ഇതിൽ കൂടുതൽ എന്താണ് പറയാനുള്ളത് അല്ലേ? സോ പ്ലീസ് ഹീൽ യുവർ അബാൻഡ്മെൻറ്റ് ഇഷ്യൂ. നിങ്ങളുടെ അബാൻഡ്മെൻറ്റ് ഇഷ്യൂനെ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂണിയൻ പോസിബിളാണ്. ഓക്കെ, ഫൈനൽ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു കാർഡ് നോക്കി, ഹാർമനൈസ് ചെയ്യുക. ലെറ്റ് യുവർ ലൈറ്റ് ഷൈൻ. കാരണം പറഞ്ഞില്ലേ, ഇത്ര നാൾ സൂര്യൻ സൂര്യനെ മറച്ച് കാർമേഘങ്ങളൊക്കെയാണ്. നൗ ഇറ്റ്സ് ടൈം ടു ഷൈൻ. സൂര്യൻ്റെ വെളിച്ചത്തെ നമുക്ക് മറച്ച് വെക്കാൻ പറ്റത്തില്ല. എത്ര അന്ധകാരമായാലും അത് നീക്കി പുറത്ത് വരുമ്പോൾ അതിൻ്റെ ശക്തിയും തീഷ്ണതയും വളരെ കൂടുതലായിരിക്കും. അതുപോലാണ് നിങ്ങളുടെ ലൈറ്റിനെ, ലെറ്റ് യുവർ ഡിവൈൻ ലൈറ്റ് ഷൈൻ. സോ നിങ്ങളുടെ ഡിവൈൻ ലൈറ്റിനെ ഷൈൻ ചെയ്യാൻ അനുവദിക്കുക. ഡോണ്ട് സ്റ്റെപ്പ് ബാക്ക്. ഓക്കെ, പ്ലീസ് നിങ്ങളുടെ ഫോണിൽ നിന്ന് അൺവാണ്ടഡ് ആയിട്ടുള്ള മെസ്സേജസ്, അൺവാണ്ടഡ് ആയിട്ടുള്ള ഫയൽസ്, അൺവാണ്ടഡ് ആയിട്ടുള്ള ഏതെങ്കിലും റെസീറ്റ് എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ പ്ലീസ് ഡിലീറ്റ് ഇറ്റ്, ലെറ്റ് ഗോ, മേക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യുക ഫോർ യുവർ ഹാർമനൈസ് ആൻഡ് ഫോർ യുവർ ഹാർമണി, ഫോർ യുവർ യൂണിയൻ, ഫോർ യുവർ റീയൂണിയൻ ആൻഡ് ഫോർ യുവർ മാസ്കുലിൻ. നിങ്ങളുടെ മാസ്കുലിന് വേണ്ടി ആ ഒരു ബ്യൂട്ടിഫുൾ സ്പേസ് നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യുക. ബിക്കോസ് ഇറ്റ്സ് ടൈം ടു സ്റ്റെപ്പ് ഇൻ.
ഇത് സമയമായിരിക്കുകയാണ്. നിങ്ങളുടെ മാസ്കുലിൻ ഫൈനലി സ്റ്റെപ്പ് ഇൻ ചെയ്യുകയാണ് ഇൻ ദെയർ പവർ. ബിക്കോസ് സൺ നിങ്ങളുടെ മാസ്കുലിനെ എന്താ പറയുക ട്രിഗർ ചെയ്യും. ഇപ്പോൾ കാർമിക് പാറ്റേൺസിൽ നിന്നൊക്കെ റിലീസ് ചെയ്യാൻ ട്രിഗർ ചെയ്യും. ഹെൽ ട്രിഗർ ആയിരിക്കും നിങ്ങളുടെ മാസ്കുലിൻസ് ഉണ്ടാകുന്നത്. ആൻഡ് ഫെമിനിൻസ് ബി റെഡി. നിങ്ങളുടെ മാസ്കുലിൻ വരുമ്പോൾ നിങ്ങൾ ഒരു വിക്ടിം കോൺഷ്യസിലായവർ നിങ്ങളുടെ മാസ്കുലിൻ അത് മീൻസ് മാസ്കുലിൻ മനസ്സിലാവത്തില്ല. സോ അവരവരുടെ ക്വീനെ ആയിരിക്കും തേടുന്നത്. Are you ready to be their queen? Because they are stepping in like a divine masculine or a divine king. Are you ready to step in to that power? Okay, so this was a beautiful reading. So thank you so much for your love and support. And നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ത് ചെയ്യണം, എങ്ങനെ കാര്യങ്ങളൊന്നും വിചാരിച്ച പോലെ നടക്കുന്നില്ല, ടോട്ടലി സ്റ്റക്കാണ്, മെസ്ഡപ്പാണ്, നിങ്ങൾക്ക് ട്വിൻ ഫ്ലെയിമിൻ്റെ ഗൈഡൻസ് വേണം, എന്ത് വേണമെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ ഫോർ ദ ടാരോ സെഷൻ. 1 സെഷൻസ് ഉണ്ട് ആൻഡ് പേഴ്സണൽ വോയിസ് മെസ്സേജ് സെഷൻസും ഉണ്ട്. ഓക്കെ, വോയിസ് മെസ്സേജിൽ റീഡിംഗ് അവൈലബിൾ ആണ്, 1 കാർഡ് റീഡിംഗ് അവൈലബിൾ ആണ്, 1 ക്വസ്റ്റ്യൻ റീഡിംഗ് അവൈലബിൾ ആണ്, ആൻഡ് അൺലിമിറ്റഡ് ക്വസ്റ്റ്യൻ റീഡിംഗ് അവൈലബിൾ ആണ്, ആൻഡ് ഹീലിംഗും അവൈലബിൾ ആണ്. സോ ജസ്റ്റ് കം ആൻഡ് ലെറ്റ്സ് heal together. Okay, so ഒന്നുകൂടെ ഞാൻ wishing you a very happy and prosperous new year. May God bless you. എല്ലാവർക്കും എത്രയും പെട്ടെന്ന് യൂണിയനിൽ എത്താൻ പറ്റട്ടെ. നിങ്ങൾ ഇന്നർ വർക്ക് ചെയ്യുക, because it's time to shine and let your divine light shine. ആൻഡ് വീണ്ടും ഞാൻ ആ റീയൂണിയൻ്റെ കാർഡ് കാണിച്ചു സമാപനം ചെയ്യാനാണ്, അല്ലെങ്കിൽ ഈ ഒരു റീഡിങ്ങിൻ്റെ എൻഡിങ് റീയൂണിയൻ. ഓക്കെ, ഇറ്റ്സ് ഫോർ യു. റീയൂണിയൻ കാണുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. It's time to reunion. Reunion is in the air. Okay, so thank you so much for your love and care, support, and goodbye and take care and Happy New Year.